ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ഇവിടെ രാത്രി 3:22 വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നൽകിയ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗം തന്നെയാണ്. പക്ഷെ അതിലൊരു ഒന്നെന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ആ ഒരു വേദഭാഗം നിങ്ങളുമായി ചിന്തിച്ചാൽ അത് അനുഗ്രഹമായിരിക്കുമെന്ന് കരുതി പറയുക. ആധാരമായി നമുക്കൊക്കെ അറിയാവുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 14, 15, 16, 17 വാക്യങ്ങളാണ് ആധാരമായിട്ട് ഉള്ളത്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ അടുത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊന്ന് വായിക്കുന്നു. അവൻ അവരോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിലെത്തി. അവൻ വെളിംപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവർ ഇവിടെ നിന്ന് പോയി, നാം ദോദാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോദാനിൽ വെച്ച് കണ്ടു. ഈ ഭാഗം നമുക്ക് നന്നായിട്ടറിയാവുന്ന ഭാഗമാണ്. ഒരുപാട് സന്ദേശങ്ങൾ ഇതിനോടകം നമ്മൾ കേട്ടു. പക്ഷെ ഇന്ന് ഈ സമയം നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോസഫ് എവിടെ നിന്ന് എവിടേക്ക് പോയി? ഇത് എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് അതിനൊരു തുടക്കം കുറിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ എന്ന്, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. ശരിക്കും ഇവിടെ പറയുന്നത് യോസഫിനെ പറ്റിയാണ്. തൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിപ്പാൻ കടന്ന് ചെല്ലുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും ഇവിടെ ഹെബ്രോൻ താഴ്വരയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്കിതിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ ഹെബ്രോൻ ഒരു ഉയർന്ന സ്ഥലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഹെബ്രോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നുണ്ട്, സഖ്യമെന്നുണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കൂട്ടായ്മയിൽ നിന്നും സഖ്യത്തിൽ നിന്നും അവനിതാ ശേഖേമിലേക്ക് കടന്നു പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നാണ് ഹെബ്രോൻ. യെരുശലേമിന് 31 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് കാണുന്ന സ്ഥലമാണ്. തന്നെയുമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് 914 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹെബ്രോൻ. എന്നാൽ ഈ ഹെബ്രോനിൽ നിന്നും താൻ കടന്നു പോകുന്നത് ശേഖേമിലാണ്. ശേഖേം എന്ന വാക്കിൻ്റെ അർത്ഥം താഴ്വര എന്നുണ്ട്, തോളെന്ന് മറ്റൊരു അർത്ഥത്തിലുണ്ട്. അപ്പോൾ നോക്കുക, ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് പോകുന്ന ഒരു യോസഫ്. എന്നാൽ അവിടെ താൻ ശേഖേമിൽ ചെല്ലുമ്പോൾ അവിടെ അവരെ കാണുന്നില്ല. ഇതിന് വലിയൊരു അർത്ഥതലങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതവുമായി
ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അവൻ അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ യോസഫ് സഹോദരന്മാരെ ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുവാൻ കടന്നു ചെല്ലുന്ന ചിത്രമാണ് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഒരു ദിവസം ദാവീദും കടന്നു ചെല്ലുന്നുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ഈ പാൽക്കട്ട പത്തും ആഹാരമൊക്കെ ആയിട്ട് സഹോദരന്മാരെ അന്വേഷിപ്പാൻ കൃത്യമായൊരു സ്ഥലത്താണ് രാജകൊട്ടാരത്തിൽ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നതുപോലെ ഇവിടെ സഹോദരന്മാരെ അന്വേഷിച്ച് താൻ കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം നമ്മുടെ വിഷയങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ. നാം നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട്, നമ്മൾ നിൽക്കുന്ന പരിസരം, ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എനിക്കുള്ള വേണ്ടപ്പെട്ടവർ, അതിൽ മാത്രം ഒതുങ്ങിത്തീരുന്നതാകരുത് നമ്മുടെ ജീവിതം. നാം പുറത്തേക്ക് ഇറങ്ങുക, സഹോദരന്മാരെ അന്വേഷിക്കുക, മറ്റുള്ളവരെ അന്വേഷിക്കുക, അവരുടെ ക്ഷേമവിവരങ്ങൾ, അവർ നന്നായിരിക്കുന്നുവോ? ഇതൊരു ആത്മീയ ചിന്തയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ വചനത്തിൽ നിന്നും വളരെ ആഴമായിട്ടുള്ള ദൂതുകൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സന്തോഷത്തിൽ മാത്രം അടങ്ങുന്നതാകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മുടെ സഹോദരന്മാർ, അവർ കഴിച്ചോ? അവർ കുടിച്ചോ? അവരുടെ വീട്ടിൽ ആഹാരമുണ്ടോ? അവർക്ക് വാടക കൊടുക്കാൻ പൈസയുണ്ടോ? കറണ്ട് ചാർജ് അടയ്ക്കാൻ പൈസയുണ്ടോ? കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പൈസയുണ്ടോ? അവരുടെ ആഹാര കാര്യങ്ങൾ എങ്ങനെയാണ്? നാം നമുക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നാം നമ്മൾ മാത്രം ഒതുങ്ങുന്നവരാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെല്ലാം ഇത് ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും കർത്താവ് ഒരു ബേർഡൻ തന്നപ്പോൾ അത് ഞാൻ സംസാരിക്കുന്നത് മാത്രം. ഈ ഭാഗം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ശക്തമായി എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ? നോക്കുക, യോസഫിനെ പറഞ്ഞയക്കുവാൻ ഒരു പിതാവുണ്ടായിരുന്നു. നീ ചെന്ന്, ഇതൊരു ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് നമുക്കറിയാം, സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കും. നമ്മൾ നമ്മുടെ സുഖത്തിലും നമ്മുടെ സന്തോഷത്തിലും മാത്രം ഒതുങ്ങുന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും, അതിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നോക്കുക, നമ്മൾ ഭവനത്തിൽ മാത്രം ഒതുങ്ങേണ്ടവരില്ല, ജോലി സ്ഥലത്ത് മാത്രം ഒതുങ്ങേണ്ടവരല്ല, നമ്മുടെ സഭകളിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല. ഇറങ്ങി ചെല്ലുക. സഹോദരന്മാരും എല്ലാം കഴിച്ചോ, കുടിച്ചോ? തന്നെയുമല്ല, ആടുകൾ, അവരുടെ ക്ഷേമവിവരം കൂടെ അന്വേഷിക്കണം. ആടുകൾ നന്നായിരിക്കുന്നുവോ? ഇതൊരു ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ സഭാ ശുശ്രൂഷകന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ വേല ചെയ്യുന്നവരാണ്. നമ്മുടെ കൂട്ടുവിശ്വാസികളെ, ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്.
കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ആടുകൾ നന്നായിരിക്കുന്നുവോ? അവർക്ക് പുല്ലുണ്ടോ, തീറ്റയുണ്ടോ, വെള്ളം കുടിച്ചോ, നല്ല മേച്ചിൽപ്പുറത്താണോ കിട്ടിയിരിക്കുന്നത്? ദുഷ്ടമൃഗങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ? അവർ വഴിതെറ്റിപ്പോകുന്നുണ്ടോ? അവർക്ക് കൃത്യമായിട്ട് ഫുഡ് കിട്ടുന്നുണ്ടോ? ഇതെല്ലാം ഞാനൊരു ഭൗതിക രീതിയിലല്ല പറയുന്നത്, ആത്മീക ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഹെബ്രോൻ താഴ്വരയിൽ നിന്നും അവനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോകാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ അയക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ അവർ പരസ്യയോഗം നടത്തുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന ചില സഹായങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തു, അത് ചെയ്യുകയും ചെയ്തു. കൂടാതെ അവർക്ക് വേണ്ടുന്ന മറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് പറഞ്ഞു അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറയുമല്ല, ഞാൻ പറഞ്ഞു നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്, നമുക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ ദൈവം നല്ലൊരു ജോലിയായിരിക്കും നൽകിയത്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു നല്ല ഭവനമായിരിക്കും നൽകിയത്. ഏതൊക്കെ നിലകളിൽ ഈ സുവിശേഷ വേലയ്ക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും? ഒരുപക്ഷെ നിങ്ങൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാനാണ് കഴിയുന്നത്, അത് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് അവർക്ക് സാമ്പത്തിക സഹായങ്ങളായിരിക്കും ചെയ്യാൻ കഴിയുന്നത്, അത് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം കാര്യത്തിന് ചോദിക്കാൻ മടിയായിരിക്കും, എന്നാൽ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇടവിൽ നിൽക്കാൻ കഴിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ നിലകളിൽ നമുക്ക് കർത്താവിന് വേണ്ടി ആയിത്തീരാൻ കഴിയുമോ അതൊക്കെ നാം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അവൻ ശേഖേമിൽ എത്തി. നോക്കുക, ഇവിടെയെല്ലാം നമുക്ക് അയക്കുമ്പോൾ പോകാൻ ഉള്ളൊരു മനസ്സ് യോസഫിനുണ്ടായിരുന്നു. എൻ്റെ പിതാവാണ് പറഞ്ഞത്. എൻ്റെ സഹോദരന്മാർ അവിടെ ഏത് അവസ്ഥയിലാണെന്ന് അറിയുന്നില്ല. എന്നാൽ ഭവനത്തിൽ നിന്നും എന്നാൽ അവർ പോയല്ലോ, ഞാനിവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നില്ല. പിതാവ് അയക്കാൻ തയ്യാറാകുമ്പോൾ പോകാൻ മനസ്സുള്ളൊരു മകൻ. ഇന്ന് നമ്മളൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പലപ്പോഴും കഴിയുന്നില്ല. എന്നാൽ ചിലരെ അയക്കാൻ നമുക്ക് കഴിയുമോ? അതേത് നിലയിലാണെങ്കിലും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നൽകി അവരെ പറഞ്ഞയക്കാൻ, അല്പ നന്മകൾ നൽകി പറഞ്ഞയക്കാൻ, ഒന്ന് പ്രാർത്ഥിച്ചയക്കുവാൻ, ഏതൊക്കെ നിലകൾ നമുക്കാകുമോ ആ നിലകളിലൊക്കെ നമുക്ക് നോക്കുക. അവൻ ശേഖേമിലെത്തി. അവൻ വെളിം പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. എന്താണ് ചുറ്റി നടക്കുന്നത്? ശേഖേം എന്ന് പറഞ്ഞാണ് അവർ യാത്ര ചെയ്തത്. എന്നാൽ ശേഖേമിൽ കണ്ടില്ല എന്ന കാരണത്താൽ അവൻ തിരിച്ചു പോകാൻ തയ്യാറായില്ല. പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലൊക്കെ നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചെയ്തെന്ന് വരുത്തി കാണിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യും. ഒരുപക്ഷെ അവന് ഇഷ്ടമില്ലാതെയാണ് ശേഖേമിലെത്തിയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നാം തിരിച്ചു പോയേനെ. പക്ഷേ യോസഫിൻ്റെ ഉള്ളിലും സഹോദരന്മാരെ കാണണമെന്നുള്ളൊരു വ്യഗ്രത, അവർക്ക് ആഹാരം എത്തിക്കണമെന്നുള്ളൊരു വ്യഗ്രത. നോക്കുക, വെളിം പ്രദേശത്തു കൂടെ ചുറ്റി നടക്കുന്നതൊരുത്തൻ കണ്ടു. അപ്പൊ അവൻ്റെ തീക്ഷ്ണമായ ഒരു ആഗ്രഹം നോക്കിക്കേ, ചുറ്റി നടക്കുകയാണ്, എങ്ങനെയെങ്കിലും കണ്ടെത്തണം. കാരണം അപ്പൻ പറഞ്ഞത് അതേപടി അനുസരിക്കുന്നൊരു മകൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ അടുത്തൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര പേരാണ് അനുസരിക്കുന്നത്? അല്ലെങ്കിൽ പറഞ്ഞതിന് വേണ്ടി, പറഞ്ഞതല്ലേ, ഒന്ന് പോയി അവിടം വരെ നോക്കിയിട്ടിങ്ങ് വരാം, ഒന്ന് അവിടെയൊക്കെ കറങ്ങിയിട്ടിങ്ങ് വരാം,
എന്നിട്ട് വന്ന് പറയുന്നത്, ഞാൻ അവിടെ എല്ലാം നോക്കി, ഇത്രയും വെയിറ്റൊക്കെ കൊണ്ടുപോകുമല്ല. അന്നാണെങ്കിൽ ഇതുപോലുള്ള വഴികളോ വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. വളരെ വിജനമായ സ്ഥലം. ആടുകളെ തീറ്റുവാൻ വളരെ വനാന്തരങ്ങളിലാണ് പോകുന്നത്. താഴ്വരയിലേക്കാണ് അവർ പോയത്, ശേഖേം താഴ്വര. നോക്കുക, ഉയർച്ചയിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങിത്തിരിക്കുക. അവിടെ ചെന്നപ്പോൾ നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പോയ ദൗത്യം പൂർത്തീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ചുറ്റിക്കറങ്ങുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, അതിനുവേണ്ടി അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, അന്വേഷിപ്പിനും കണ്ടെത്തും. ഒരുവനെയെങ്കിലും ദൈവം അവിടെ ആക്കും, നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുവാൻ. അബ്രഹാം അതുപോലെയായിരുന്നു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞ് അവൻ യാത്ര ചെയ്തപ്പോൾ അവനുവേണ്ടി പിന്നെ വഴി കാണിക്കുന്നൊരു ദൈവം, കൃത്യമായി സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു ദൈവം. പിന്നീട് അവൻ ശബ്ദമല്ല കേട്ടത്, ആ കർത്താവിനെ നേരിട്ട് കാണുകയായിരുന്നു. എന്നതുപോലെ ഇവനിതാ വിളിം പ്രദേശത്ത് ചുറ്റി നടക്കുമ്പോൾ ഒരുത്തൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നിന്നെ പിതാവാണ് അയച്ചതെങ്കിൽ, നിന്നെ സഹോദരന്മാരുടെ അടുക്കലേക്കാണ് അയച്ചതെങ്കിൽ, നിന്നെ കാണുന്ന ഒരുവനുണ്ട്. നിന്റെ യാത്രയിൽ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? ഞാനിത് അക്ഷരാർത്ഥത്തിലുള്ള പോക്കല്ല ഞാൻ പറയുന്നത്. അനേകർക്കുള്ള ആഹാരവുമായി, അനേകർക്കുള്ള അപ്പക്കഷണവുമായി വിശന്നു വലഞ്ഞിരിക്കുന്നത് ഒരുപാട് ജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ ഒരു ആത്മീയ ചുറ്റുപാടിലേക്ക് ഞാനിത് പറയട്ടെ. എന്താണ് ഈ അപ്പം? യോഹന്നാൻ സുവിശേഷത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം. ഈ ജീവന്റെ അപ്പവുമായി വെളിപ്രദേശത്ത് പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സഹോദരന്മാർ, കർത്താവ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ഒരുപാട് പേര് വിശന്നിരിക്കുന്നു, ഒരുപാട് പേര് ആഹാരം കഴിക്കാതിരിക്കുന്നു. ഇവിടെയാണ് വിലാപങ്ങൾ പുസ്തകത്തിലുള്ള വാക്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നുറുക്കി കൊടുക്കുവാൻ ആരുമില്ല, വിശന്നിരിക്കുക. അവർക്ക് വേണ്ടി അപ്പക്കഷ്ണങ്ങൾ കൊണ്ടുപോകാൻ, ആഹാരം കൊണ്ടുപോകാൻ, ക്ഷേമോദരം അറിയാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അവനങ്ങനെ ആഹാരവുമായി ചുറ്റി നടക്കുമ്പോൾ ഒരുത്തൻ കണ്ടു. നീ എന്തിനാണോ പോയത്, നീ എന്താണോ അന്വേഷിക്കുന്നത്, അതിനുള്ള ഉത്തരം അവൻ നിനക്ക് നൽകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പോകാൻ തയ്യാറായാൽ വഴിയിൽ വലഞ്ഞു പോകാൻ ദൈവം അനുവദിക്കില്ല. വഴിയിൽ വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ എന്തന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ, ആടുമേയ്ക്കുന്നു എന്ന് പറഞ്ഞു എന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞു. എന്താണോ നിന്റെ ചോദ്യം, അതിന് കൃത്യമായ ഉത്തരം നിനക്ക് വേണ്ടി കർത്താവ് നൽകി തരും. നീ യഥാർത്ഥത്തിൽ ഒരു അന്വേഷകനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോകുന്നു.
യഥാർത്ഥത്തിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ നീ തയ്യാറാകുന്നു? നിനക്ക് വേണ്ടി അതിൻ്റെ മറുപടിയുമായി ഒരുവനെ ദൈവം ഒരുക്കും. നീ ഏത് ആവശ്യത്തിനാണ് പോകുന്നത്, അതിനു വേണ്ടി അതിൻ്റെ ഉത്തരം നൽകുവാൻ, അത് കാട്ടിലാണെങ്കിലും മേട്ടിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും നിനക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ ഒരുവനെ ഒരുക്കുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോകാൻ തയ്യാറാണോ? എന്നെ ഒത്തിരി ഇത് ഹോണ്ട് ചെയ്തു. ഒത്തിരി എന്നോട് തന്നെ സംസാരിച്ചു. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കൂടെ പിറപ്പുകൾ, നാം മാത്രം സന്തോഷിച്ചാൽ മതിയോ? നാം മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നാം മാത്രം ആനന്ദിച്ചാൽ മതിയോ? എവിടെ എൻ്റെ സഹോദരന്മാർ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒരു ത്വര നിങ്ങളിലുണ്ടോ? അതോ ഞാനും ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും, അപ്പനെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട, സഹോദരങ്ങളെ നോക്കണ്ട, അവരോടുള്ളൊരു വേദന നിങ്ങൾക്കുണ്ടോ? അവരാഹാരം കഴിച്ചോ? ഞാൻ ആഹാരം എന്ന് പറയുന്നത് ഇതൊരു ആത്മീക അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അതിന് ലേഖനങ്ങളിൽ പറയുന്നത് മായമില്ലാത്ത പാല് കുടിച്ചോ, കട്ടിയായതും എല്ലാം കൊടുത്തോ അവർക്ക്? അതിനവൻ, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. അടുത്ത് ഉത്തരം നോക്കിക്കേ, അവർ ഇവിടെ നിന്നും പോയി നാം ദോദാനിലേക്ക് പോക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. നോക്കുക, ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരുവനെ അവിടെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. എന്തൊരു, വായിച്ചപ്പോഴൊക്കെ ഒത്തിരി മനസ്സിനൊരു കുളിർമ നൽകി. അവര് അപ്പൻ്റെ ആടുകളുമായിട്ടാണ് പോയത്. അവർ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് പോയത്, നാം ഇനി ദോദാനിലേക്ക് പോകാം. ശരിക്കും ദോദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് കിണറെന്നാണ്. നോക്കുക, യോസഫിൻ്റെ ആ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ. അവൻ്റെ യാത്ര, ഹെബ്രോൻ ഉയർന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്നും ശെഖേമിലേക്ക് വന്നു. ശെഖേം ഒരു താഴ്വരയാണ്. താഴ്വരയിൽ നിന്നും രണ്ട് കിണറെന്നർത്ഥമുള്ള ദോദാനിലേക്ക്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് പോകുന്നത്? ആഹാര സാധനങ്ങളുമായി, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരുപക്ഷെ ലോകം നിനക്ക് തരുന്ന ഗ്രാഫ് താഴത്തേക്കാണ്. ലോകം തരുന്ന ഗ്രാഫ് താഴ്വരയിലേക്കാണ്. ലോകം നിനക്ക് തരുന്നത് ഒരുപക്ഷെ നീ താഴ്ചയിലേക്കാണ് പോകുന്നു എന്ന് വിചാരിക്കും. ദോദാനിൽ ചെന്നിട്ടോ, അടുത്ത വാക്യമാണ്, അവൻ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായ വാക്കുകളാണ് നാം വായിച്ചത്. സഹോദരന്മാരെ ക്ഷേമം അന്വേഷിച്ചു പോയതാ. അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദൂരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ നാം അവനെ കൊന്ന് കുഴിയിലിട്ട് കളക. നോക്കുക, ദോദാൻ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് കിണറെന്ന, അതും താഴ്ചയാണ്. എന്നാൽ അതിനേക്കാൾ താഴ്ചയിലേക്ക് ദോദാനിലുള്ള അവിടെയുള്ള കിണറുകളുടെ ആഴമെന്ന് പറയുന്നത് ഏകദേശം 3 മീറ്ററോളം താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 10 അടി, 10 ഫീറ്റ്.
അവിടേക്ക് തള്ളിയിടുകയാണ്. എന്തിനാ പോയത്? അപ്പൻ്റെ ആടുകളുമായിട്ട്. അപ്പൻ്റെ ആജ്ഞയനുസരിച്ച് അപ്പൻ കൊടുത്ത ആഹാര സാധനങ്ങളുമായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളൊരു പക്ഷേ അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, അനേകർക്ക് ആഹാര സാധനങ്ങളുമായി പോകുമ്പോൾ, നിങ്ങൾക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രതികരണമാണ് കിട്ടിയെന്ന് വരാം. എന്നാൽ മനസ്സിലാക്കുക, യോസഫിൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല. അവൻ്റെ യാത്ര ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ അവൻ്റെ ഗ്രാഫ് താഴത്തേക്കാണ്, ഉയർച്ചയിൽ നിന്നും താഴത്തേക്കാണ്. പക്ഷെ മനസ്സിലാക്കുക, അപ്പൻ്റെ ആഗ്രഹപ്രകാരം അപ്പൻ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ അതിനുള്ള പ്രതിഫലവും തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരുപാട് ചിന്തകൾ നമുക്ക് പറയാനുണ്ട്. ഇതൊരു കണ്ടിന്യൂഷൻ പ്രോസസ്സ് പോലെ പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഒരു സ്വപ്നക്കാരൻ, അവനൊരു സ്പെഷ്യലാണെങ്കിൽ ആത്മീക അസൂയ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചിലർക്കൊരു പ്രത്യേക വരം കിട്ടിക്കഴിയുമ്പോൾ, ഒരു പ്രത്യേക ശുശ്രൂഷ കിട്ടിക്കഴിയുമ്പോൾ അവനെ നമ്മൾ ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? ഒരു സ്വപ്നക്കാരൻ വരുന്നു, ഒരു പ്രവാചകൻ വരുന്നു, ഒരു പാട്ടുകാരൻ വരുന്നു, ഒരു പ്രസംഗകൻ വരുന്നു. നമുക്ക് ചിലതൊന്നും അത് കിട്ടിയില്ലെങ്കിൽ നമ്മളത് കിട്ടിയവരെ അസൂയയോടെ കാണാറുണ്ട്. ചിലപ്പോൾ അത് നമ്മെ കൊല്ലുന്ന തരത്തിലേക്ക് പോലുമായി തീരാറുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു സന്ദേശം, ഇത് അസൂയയിൽ നിന്ന് വന്നൊരു ഒരു അറ്റംപ്റ്റാണ്. അസൂയ എന്ന് പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അവനേക്കാൾ അല്ലെങ്കിൽ എന്നേക്കാൾ മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, എന്നേക്കാൾ മറ്റുള്ളവർ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, എന്നേക്കാൾ മറ്റുള്ളവർക്ക് കൃപാവരം ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം അസൂയ. ഇതാ ഒരു സ്വപ്നക്കാരൻ വരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കർത്താവ് നൽകിയാൽ നിങ്ങൾക്കെതിരെ ദൂരാലോചന ചെയ്യാൻ ചിലരുമുണ്ടാകും. നിന്നെ കൊല്ലുവാൻ ചിലപ്പോൾ അവർ പദ്ധതിയിടും. പക്ഷേ എത്ര താഴ്ചയിൽ പോയാലും അവിടെ നിന്ന് നിന്നെ കരകയറ്റുന്നൊരു ദൈവമുണ്ട്. നോക്കുക, റൂബൻ പറയുന്നൊരു കാര്യം. റൂബൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുതെന്ന് പറഞ്ഞു. അവനെ അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു. അവരുടെ കയ്യിൽ നിന്നും അവനെ വിടുവിച്ച് അവൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിയിക്കരുത്, നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിലിട്ട് കളവിൻ എന്ന് പറഞ്ഞു. എന്തൊരു ഭയാനകമായൊരു കാഴ്ചയാണ്. സ്വന്തം സഹോദരനെ. അപ്പം എത്രത്തോളം ദേഷ്യം അവർക്കുണ്ടായിരുന്നു. ആഹാരം കൊണ്ടുവന്നു എന്നുള്ളൊരു ചിന്ത പോലുമില്ലാതെ ആഹാരം കൊടുത്ത കൈക്കിട്ട് കടിക്കുക, പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ കടിക്കുക എന്നൊരു പഴഞ്ചൊല്ലിയുടെ അന്വർത്ഥമാകുകയാണ്. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി ഊരി അവൻ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി. നോക്കുക, കൊണ്ടുവന്ന ഭക്ഷണം അവർ കഴിക്കുകയാണ്. എന്നാൽ ഭക്ഷണം കൊണ്ടുവന്നവനെ പൊട്ടക്കിണറ്റിലിടുകയാണ്. എന്തൊരു ഹൃദയഭേദമായ കാഴ്ചയാണ്.
എന്നാൽ കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്. കൊട്ടക്കിണറ്റിൽ ഇട്ടു എന്ന് വിചാരിച്ച് അവിടെ യോസഫിൻ്റെ ജീവിതം തീരുന്നില്ല. അപ്പനാണ് അയച്ചതെങ്കിൽ അപ്പൻ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാണ്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.